പെരുമ്പാവൂരിലെ കോടികളുടെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ മുഖ്യ സൂത്രധാരന്മാരടക്കം 5 പേർ കൂടി പോലീസ് പിടിയിലായിട്ടുണ്ട്. വിദേശത്തു നിന്ന് കേരളത്തിലേക്ക് വിമാനത്താവളങ്ങൾ വഴി ലഹരി എത്തിക്കുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് റാക്കറ്റിലെ പ്രധാനി അബു താഹിർ, ഹരികൃഷ്ണൻ എന്നിവരടക്കമാണ് പിടിയിലായത്. വിമാനത്താവളത്തിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് എറണാകുളം റൂറൽ SP മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പെരുമ്പാവൂരിൽ കോടികളുടെ ലഹരിവേട്ട നടന്നത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ടകളിൽ ഒന്നാണിത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. 18 കോടിയോളം രൂപ മൂല്യം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് കണ്ടെടുത്തത്. 18 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ 2 പേരാണ് അറസ്റ്റിലായത്. വൈപ്പിൻ സ്വദേശികളായിട്ടുള്ള ആയുഷും അനികയുമാണ് പിടിയിലായത്. ഇവർ ദമ്പതികളായിരുന്നു. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ആ ഘട്ടത്തിലാണ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ 5 പേർ പിടിയിലായിരിക്കുന്നത്. 5 പേരുടെ തുടർ അറസ്റ്റുകളാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശികളാണ് പിടിയിലായിട്ടുള്ളവർ. ഒന്ന് അബു താഹിർ, ഹരികൃഷ്ണൻ, അതോടൊപ്പം തന്നെ പ്രസ്ജിത്ത്, ശ്രീജേഷ്, സഞ്ജയ് എന്നിവരാണ് പോലീസ് പിടിയിലായവർ. ഇവരുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പോലീസ് സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വിദേശത്ത് നിന്ന് വിമാനത്താവളങ്ങൾ വഴി കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘമാണ് ഇത് എന്നതാണ് പോലീസ് സംഘം പറയുന്നത്. അതായത് അന്താരാഷ്ട്ര ലഹരി ഇടപാടിലെ പ്രധാനപ്പെട്ട കണ്ണികളും അവരുടെ സഹായികളുമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളവർ. ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പോലീസ് സംഘം മുന്നോട്ട് നീക്കുകയാണ്. അതിൽ ഇവരുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഇവർ പല ആളുകളെയും കണ്ടെത്തും. അത് ക്യാരിയർമാരായിട്ടാണ് കണ്ടെത്തുന്നത്. പ്രത്യേകിച്ചും ഈ അബു താഹിറിന്റെ നിർദ്ദേശപ്രകാരം ഹരികൃഷ്ണനാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. അങ്ങനെ ആളുകളെ കണ്ടെത്തും. ആളുകളെ കണ്ടെത്തി അവരുടെ ചെലവ്, അതോടൊപ്പം തന്നെ അവരുടെ വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കും. അങ്ങനെ ഇവരെ ഇവിടെ നിന്ന് നേരെ തായ്ലാൻഡിലേക്ക്, ബാങ്കോക്കിലേക്ക് അയക്കുകയാണ്. അവിടെ എത്തിയ ശേഷം ഇവരുടെ ഏജന്റുമാർ അവിടെയുണ്ട്. അതായത് ഈ ഹരികൃഷ്ണന്റെയും അതോടൊപ്പം തന്നെ അബു താഹിറിന്റെയും. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് ഈ പോകുന്നവർക്ക് ലഹരി കൊടുക്കും. അങ്ങനെ ആ ലഹരിയുമായി അവർ കൊച്ചിയിലേക്ക് മറ്റും എത്തും. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അവരിൽ നിന്ന് ലഹരി ഈ പറയുന്ന ഹരികൃഷ്ണനും അതോടൊപ്പം തന്നെ അബു താഹിറും ഒക്കെ ചേർന്ന് വാങ്ങും. തുടർന്ന് ഈ വരുന്ന ക്യാരിയർമാർക്ക് ഒരു റെമ്യൂണറേഷനും കൊടുക്കും. ഇതായിരുന്നു ഇതിൻ്റെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി. അങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ ഒട്ടനവധി തവണ ലഹരി ഇത്തരത്തിൽ ഇറക്കിയിട്ടുള്ളത് എന്നതാണ് ബോധ്യമാകുന്നത്. ഈ ജൂൺ മാസത്തിൽ തന്നെ ആദ്യ ആഴ്ചകളിലാണ് ഈ ലഹരി ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടിയ സംഭവത്തിൽ ലഹരി വന്നിരിക്കുന്നത്. അങ്ങനെ 3 കൺസൈൻമെന്റ് തന്നെ ഈ ഏകദേശം ഏതാനും നാൾക്ക് മുൻപ് തന്നെ വന്നിട്ടുണ്ട് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഇത്തരത്തിൽ ഈ ലഹരി വരുമ്പോൾ അങ്ങനെ ഒട്ടനവധി തവണ ലഹരി പിടികൂടാറുണ്ട്. പക്ഷേ ഇവരുടെ കേസിൽ എന്തുകൊണ്ട് പിടികൂടിയില്ല എന്നത് സംബന്ധിച്ചുള്ള കാര്യം പോലീസ് സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശദമായൊരു എൻക്വയറിയിലേക്ക് ആ കാര്യങ്ങൾ പോകും. അങ്ങനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥ സഹായം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമാണ് പോലീസ് സംഘം പരിശോധിക്കുന്നത്. ഈ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് തായ്ലൻഡിൽ നിന്നും ബൈ എയർപോർട്ട് വഴിയാണ് ഇത് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുന്നതിനും ഇവിടെ വിതരണം ചെയ്യുന്നതിനും ഒക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വലിയ ശൃംഖല തന്നെ അതിൻ്റെ പുറകിലുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ആരെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വിശദമായിട്ട് ഈ പ്രതികളെ ചോദ്യം ചെയ്യുമെങ്കിൽ മാത്രമേ അറിയുള്ളൂ. കേസിൽ തുടർ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് റൂറൽ SP മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കിയത്. അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി പോലീസ് സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ഈ സംഭവം ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത്. പോലീസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ പെരുമ്പാവൂർ ഭാഗത്ത് ആയുഷ് എന്നയാൾ ബൈക്കിൽ വരുന്നു. ബൈക്ക് തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോയ്ക്ക് അടുത്ത് ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെടുക്കുകയാണ് ചെയ്തത്. പോലീസ് സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു ഹോൾസെയിൽ ഡീലറാണെന്ന കാര്യം ബോധ്യമുണ്ടായിരുന്നു. ഇയാളുടെ കയ്യിൽ കൂടുതൽ ലഹരി സംഭരിച്ചിട്ടുണ്ട് എന്ന കാര്യവും വ്യക്തമായിരുന്നു. അങ്ങനെ ഇയാളെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഇയാൾ പറയുന്നത് പെരുമ്പാവൂരിൽ തങ്ങൾ താമസിക്കുന്നിടത്ത് ലഹരി സംഭരിച്ചിട്ടുണ്ട് എന്ന്. തുടർന്ന് പോലീസ് സംഘം നേരെ അവിടെ എത്തുകയാണ്. അപ്പോൾ കാണുന്നത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. അതായത് ഏകദേശം ഒരു 16 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിൽ സൂക്ഷിച്ചിരുന്നത്. അവിടെ ഭാര്യയായിട്ടുള്ള അനികയും ഉണ്ടായിരുന്നു. അനികയ്ക്കും ഇതിൽ റോൾ ഉണ്ട് എന്ന കാര്യം ബോധ്യമായി. അങ്ങനെ ഇവരൊരു ഹോൾസെയിൽ ഡീലറാണ് ഈ ആയുഷും അനികയും എന്ന കാര്യം വ്യക്തമായി. തുടർന്നാണ് മറ്റുള്ളവരിലേക്ക് അന്വേഷണം പോയത്. ഇവർ ആരിൽ നിന്നാണ് ലഹരി വാങ്ങിയത്? അങ്ങനെ അന്വേഷണമാണ് പാലക്കാട് റാക്കറ്റിനെ കേന്ദ്രീകരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോയത്. അങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത്. ഇനി ഇവരിൽ നിന്ന് ലഹരി വാങ്ങിയവരെ സംബന്ധിച്ചുള്ള വിവരവും അടക്കം പോലീസിന് മുന്നിലേക്കുണ്ട്. അതായത് ഈ ആയുഷിൽ നിന്നും അതോടൊപ്പം തന്നെ അനികയിൽ നിന്നും അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഈ അന്വേഷണം മുന്നോട്ട് പോകും എന്നതാണ് വ്യക്തമാകുന്നത്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശദമായ വിപുലമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇവർ എത്ര നാളുകളായി ഇത്തരത്തിൽ ഈ ലഹരി ഇടപാട് തുടങ്ങിയിട്ട്,
അതോടൊപ്പം തന്നെ വിദേശത്ത് നിന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ഈ വിമാനത്താവളങ്ങൾ വഴി ലഹരി എത്തിക്കുന്നു എന്ന കാര്യമാണ് പോലീസ് സംഘത്തിന് മുന്നിൽ വന്നിരിക്കുന്ന വിവരം. അപ്പോൾ ഇതടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായ ഒരു എൻക്വയറിയിലേക്ക് കേസ് പോവുകയാണ്. സുപ്രധാനമായിട്ടുള്ള നടപടികളും ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.